അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബർക്കാത്തുഹു. ഖദീജ ബീവിയുടെ ചരിത്രമാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ പറയുന്നത്. ഖുറൈശി പ്രമുഖൻ ഖുവൈലിദിൻ്റെ ഓമനപുത്രിയാണ് ബീവി ഖദീജ റളിയല്ലാഹു അൻഹു. ജാഹിലിയ കാലത്തെ ഒരു തിന്മയിലും അകപ്പെടാതെ വിശുദ്ധ ജീവിതം നയിച്ചതു കാരണം ത്വാഹിറ, പവിത്രതയുള്ളവൾ എന്നായിരുന്നു നാട്ടുകാർ അവരെ വിളിച്ചിരുന്നത്. അതിസുന്ദരിയും സമ്പന്നയും ഖുറൈശി സ്ത്രീജനങ്ങളുടെ നേതാവുമായിരുന്ന മഹദിയെ ആദ്യം വിവാഹം ചെയ്യുന്നത് ഉതയ്യഖ് ബിനു ആബിദ് എന്നയാളാണ്. ഹിന്ദ് എന്ന ഒരു പെൺകുട്ടി പിറന്നതിനു ശേഷം ഉതയ്യഖ് മരണപ്പെട്ടു. പിന്നീട് അബൂ ഹാലയുമായി വിവാഹിതയായെങ്കിലും സിന്ദ്, ഹാല എന്നീ രണ്ടാൺകുട്ടികൾ പിറന്ന ശേഷം അദ്ദേഹവും മരണപ്പെടുകയായിരുന്നു. പിന്നീട് പലരും വിവാഹാലോചനകൾ നടത്തിയെങ്കിലും അവർ അതിന് സമ്മതം കൊടുക്കാതെ മക്കളെ വളർത്തുന്നതിലും തൻ്റെ കച്ചവട കാര്യങ്ങൾ നടത്തുന്നതിലും മാത്രം ശ്രദ്ധിക്കാൻ തീരുമാനിച്ചതായിരുന്നു. സമൂഹത്തിൽ നടമാടിയിരുന്ന തിന്മകളോടെല്ലാം കടുത്ത പ്രതിഷേധം ആ മനസ്സിൽ കത്തി നിന്നിരുന്നു. തൻ്റെ എളാപ്പയായ വറഖത്തു ബിനു നൗഫൽ പകർന്നു നൽകിയ വേദങ്ങളെ സംബന്ധിച്ചും പ്രവാചകന്മാരെ സംബന്ധിച്ചുമുള്ള ചിന്തകൾ അവരെ വല്ലാതെ സ്വാധീനിച്ചിരുന്നു. ആ ഇടയ്ക്കാണ് ഒരു കല്യാണ വീട്ടിൽ മറ്റു സ്ത്രീകളോടൊപ്പം ഒത്താശകൾ ചെയ്യുന്നതിനിടയിൽ അപരിചിതനായ ഒരാൾ വന്ന് സ്ത്രീകളോട് പറയുന്നത്, നിങ്ങൾ ആരെങ്കിലും അന്ത്യദൈവദൂതരുടെ ഇണയാകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിന് പരിശ്രമിക്കുക. ഇത് കേട്ട സ്ത്രീകൾ അയാളെ തമാശയാക്കി. ചിലർ കല്ലുകൾ വാരി എറിയുകയും ചെയ്തു. എന്നാൽ ബീവി ഖദീജ കല്ലെറിയാനൊന്നും പോകാതെ ചിന്തയിലാണ്ടു. എളാപ്പയിൽ നിന്നും നേരത്തെ കേട്ടതാണ് ഈ ദൈവദൂതരെ സംബന്ധിച്ച വിവരം. മക്കയിലാണ് ആ ദൂതരുടെ ആഗമനമുണ്ടാവുക. എന്നാൽ ആരായിരിക്കും ആ സമുന്നത പദവി അലങ്കരിച്ചിരിക്കുക? മഹദിയുടെ ചിന്ത അൽ അമീൻ എന്ന ചെറുപ്പക്കാരനിലെത്തി. ഇന്ന് മക്കയിൽ ദൈവദൂതരാകാൻ സാധ്യതയും യോഗ്യതയുമുള്ള ഒരേ ഒരു വ്യക്തിത്വം അബ്ദുള്ള എന്നിവരുടെ ഓമനപുത്രൻ, മക്കക്കാരുടെ കണ്ണിലുണ്ണി അൽ അമീൻ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മാത്രമാണ്. അവരെ സംബന്ധിച്ച് ഒന്ന് പഠിക്കണം. അങ്ങനെയാണ് തൻ്റെ കച്ചവടം നിയന്ത്രിക്കാനുള്ള ജോലിയിലേക്ക് അൽ അമീനിനെ ക്ഷണിക്കുന്നത്. നല്ലൊരു ജോലി തേടുകയായിരുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ തൊഴിൽ സ്വീകരിച്ചു. സിറിയയിലേക്ക് ആദ്യ വാണിജ്യയാത്ര ഖദീജ റളിയല്ലാഹു അൻഹു തികഞ്ഞ ആസൂത്രണം നടത്തി. അൽ അമീൻ്റെ വ്യക്തിത്വത്തെക്കുറിച്ച് പഠിക്കാൻ മൈസറത്ത് എന്നയാളെ ഏൽപ്പിച്ചു. യാത്ര കഴിഞ്ഞു മൈസറത്ത് തൻ്റെ യജമാനത്തിക്ക് വിവരങ്ങൾ കൈമാറി. ഞങ്ങളുടെ യാത്രാസംഘം മക്കയിൽ നിന്ന് പുറപ്പെട്ട് തിരിച്ചെത്തുന്നതുവരെ മേഘം ഞങ്ങൾക്ക് തണലിട്ടുകൊണ്ട് കൂടെ സഞ്ചരിച്ചു. വിശ്രമിക്കാനിരുന്നാൽ അവിടെയും മേഘം തണലിട്ട് നിൽക്കും. മറ്റൊരത്ഭുതമുണ്ടായി. ബുസ്ര നഗരത്തിനടുത്ത് ഒരു മരച്ചുവട്ടിൽ അൽ അമീൻ വിശ്രമിക്കുമ്പോൾ നസ്തൂറ എന്ന ക്രൈസ്തവ പുരോഹിതൻ വന്നുകൊണ്ട് എന്നോട് പറഞ്ഞു, ഈ മരത്തിന് ചുവട്ടിൽ അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരല്ലാതെ വിശ്രമിച്ചിട്ടില്ല. ഇതോടെ ബീവി ഖദീജ ഉറപ്പിച്ചു, അന്ത്യദൈവദൂതരാകാൻ പോകുന്ന വ്യക്തിത്വം ഇദ്ദേഹം തന്നെയാണ്. ആ മഹാൻ്റെ ഇണയാകാൻ സാധിച്ചാൽ അതൊരു മഹാഭാഗ്യം തന്നെയായിരിക്കും. അങ്ങനെയാണ് ബീവി തൻ്റെ ആഗ്രഹം അബൂ താലിബിനെ അറിയിക്കുന്നത്. അങ്ങനെ അവർ വിവാഹിതരായി. 40 വയസ്സോടടുത്തപ്പോൾ ഹിറ പർവ്വതത്തിൽ ധ്യാനനിരതനായപ്പോൾ ഭക്ഷണമടക്കം എത്തിച്ചുകൊണ്ട് അതിനെ പ്രോത്സാഹിപ്പിച്ചതും അൽ അമീൻ അന്ത്യപ്രവാചകരായി പ്രഖ്യാപിക്കപ്പെടുന്നതിലെ പ്രതീക്ഷ തന്നെയായിരുന്നു. 40 തികഞ്ഞപ്പോൾ ജബലുന്നൂറിൽ വെച്ച് ആദ്യത്തെ ദിവ്യ സന്ദേശം സ്വീകരിച്ച് ഏൽപ്പിക്കപ്പെട്ട ദൗത്യത്തിൻ്റെ ഭാരം പങ്കുവച്ചപ്പോൾ തിരുദൂതരെ ആശ്വസിപ്പിക്കാൻ മഹദി മുതിർന്നതും ഈ മുന്നറിവ് കൊണ്ടായിരുന്നു. ചുരുക്കത്തിൽ ബീവി ഖദീജയെ തൻ്റെ പ്രബോധന ദൗത്യം പൂർത്തീകരിക്കുന്നതിനും സുഗമമാക്കുന്നതിനും മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വേണ്ടി അള്ളാഹു ഒരുക്കി നിർത്തിയ ഇണയായിരുന്നു.